നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തനിക്ക് നൽകിയ 2.5 വർഷം മുഖ്യമന്ത്രി പദമെന്ന് ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ UDF രൂപീകരിക്കുന്ന മന്ത്രിസഭയിലേക്കില്ലെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് അറിയിച്ചതായി സൂചന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ചെന്നിത്തല മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമായും അദ്ദേഹം 2011 തനിക്ക് നൽകിയ വാഗ്ദാനത്തിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. ആദ്യപാദ ഉമ്മൻചാണ്ടിയും അവസാന ഭാഗം ചെന്നിത്തലയും ഇതായിരുന്നു 2011 കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി 2011 അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി 2016 അധികാരമൊഴിയും വരെയും മുഖ്യമന്ത്രിയായി തുടർന്നു. താൻ പൂർണ്ണമായും അവഗണിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ചെന്നിത്തല മന്ത്രിസഭയുടെ മധ്യഭാഗത്ത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സഹായത്തോടെ വിവാദമുണ്ടാക്കി ആഭ്യന്തരമന്ത്രിയായി. ഇക്കുറി വിവാദത്തിന് താനില്ലെന്നും മുഖ്യമന്ത്രി പദം തനിക്ക് നൽകണമെന്നും ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ ചെന്നിത്തലയ്ക്ക് നറുക്കു വീഴാനാണ് സാധ്യത. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളും ചേരിതിരിഞ്ഞുള്ള പിന്തുണ പ്രഖ്യാപനങ്ങൾ നടക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയത്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തർക്കം CPM മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണെന്നും ശ്രുതിയുണ്ട്. കോൺഗ്രസിനെ അപമാനിക്കുന്നതിനുള്ള നീക്കമായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ തർക്കം മുപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് CPM അണികൾക്കുമുണ്ട്. അതിശക്തമായ സമൂഹ മാധ്യമ അടിത്തറയുള്ളവരാണ് CPM അണികൾ. അവർ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിർത്താൻ അറിയാം. ബുദ്ധിജീവികളിൽ ഒരു വലിയ വിഭാഗം CPMന് പക്ഷം പിടിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നേതാക്കളുടെ ഡൽഹി സന്ദർശനം രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലെത്തിയത്. മഹാരാഷ്ട്രയിലെ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിലില്ല, അദ്ദേഹം ആൻഡമാനിലാണ്. ഈ സാഹചര്യത്തിലാണ് ഖാർഗെയുമായി ചർച്ച നടത്താൻ രമേശ് ചെന്നിത്തല നീക്കം നടത്തുന്നതെന്നാണ് വിവരം. ചെന്നിത്തലയെ ഒഴിവാക്കി ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത തരത്തിൽ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാകുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായി കോൺഗ്രസ് ഫാമിലിയുടെ പേരിൽ എറണാകുളം DCC ഓഫീസിന് മുന്നിലാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചാണ് പോസ്റ്ററുകൾ. VD സതീശൻ PR പണി നിർത്തണമെന്നാണ് പോസ്റ്ററിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ചു കാണിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള VD സതീശന്റെ വ്യാമോഹം നടക്കില്ലെന്നും പോസ്റ്ററിൽ പറയുന്നു. VD സതീശന്റെ PR പണി അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് മറ്റൊരു പോസ്റ്ററിൽ പറയുന്നത്. വോട്ടെണ്ണുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തി സംഘടനയ്ക്ക് അവിമതിപ്പുണ്ടാക്കുന്ന സാഹചര്യത്തിൽ താക്കീതുമായി KPCC രംഗത്തെത്തി. മാധ്യമങ്ങളിൽ പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രസ്താവനകളിൽ കോൺഗ്രസ് അണികൾക്കിടെ കടുത്ത അസംതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ഇത്തരം ചർച്ചകളിൽ നിന്ന് പിന്തിരിയാൻ AICCയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് മുഖവിലക്കെടുക്കാതെ അത്തരം നടപടികൾ ചിലർ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശം നൽകാൻ KPCC വീണ്ടും നിർബന്ധിതരായതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി പദം സംബന്ധിച്ച് രാഹുലിന്റെ നിലപാട് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് നേതാക്കളെ അറിയിച്ചിട്ടും ഫലമില്ലാതായതോടെയാണ് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണ്. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്ന തന്റെ നിർദ്ദേശം പാലിക്കപ്പെടാത്തതിൽ നേതാക്കളെ രാഹുൽ അമർഷം അറിയിച്ചു. വിവാദത്തിൽ മുസ്ലിം ലീഗിന് പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും അതൃപ്തിയിലാണ്. സാധാരണ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഇത്തരം പിടിവലിയെങ്കിൽ അനുകൂല സാഹചര്യം പ്രതീക്ഷിച്ചുള്ള മുഖ്യമന്ത്രി കസേര തർക്കം അനാവശ്യമാണെന്ന കടുത്ത നിലപാടാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. യോഗ്യത സംബന്ധിച്ച നേതാക്കളുടെ അവകാശവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അണികളുടെ പോർവിളിയും എത്രയും വേഗം അവസാനിപ്പിക്കാൻ KPCCക്ക് ദീപാദാസ് മുൻഷി മുഖേന രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യ പ്രസ്താവനകൾ വിലക്കി KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പിറക്കിയത്. എന്നിട്ടും മുതിർന്ന നേതാക്കൾ തന്നെ നിർദ്ദേശം ലംഘിക്കുകയാണ്.
ഇത്തരം ചർച്ചകൾക്ക് ആര് വളം വെച്ചാലും കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഹൈക്കമാൻഡ് നൽകി. ശനിയാഴ്ച ചേർന്ന KPCC യോഗത്തിലും ദേശീയ നേതൃത്വത്തിന്റെ വികാരം ദീപാദാസ് മുൻഷി അറിയിച്ചിരുന്നു. എങ്കിലും സമൂഹ മാധ്യമങ്ങളിലും പുറത്തും വടംവലി തുടരുകയാണ്. സതീഷിനെ ഉന്നമിട്ട് രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് എറണാകുളത്ത് ഫ്ലെക്സ് ഉയർന്നതും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് അറിവില്ലെന്നാണ് ചെന്നിത്തല പക്ഷത്തെ നേതാക്കൾ പറയുന്നത്. ദില്ലിയിൽ തുടരുന്ന രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം മുഖ്യമന്ത്രി ചർച്ചയിൽ തുടരുന്നതിൽ മുന്നണിയിലും അമർഷം പുകയുകയാണ്. ലീഗ് VD സതീഷിനൊപ്പം എന്ന ചർച്ച നടക്കുന്നതിനിടെ പക്ഷം പിടിക്കാനില്ലെന്ന നിലപാട് വ്യക്തമാക്കുന്ന ജോസഫ് വിഭാഗവും ചർച്ച അനാവശ്യമാണെന്ന വിലയിരുത്തലാണ്. ഘടകകക്ഷികളും ഹൈക്കമാൻഡിന് അതൃപ്തി അറിയിച്ചതായാണ് വിവരം. ചർച്ചകളെ പൊതുജനങ്ങൾ പരിഹാസത്തോടെയാണ് വിലയിരുത്തുന്നതെന്നും ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേതാക്കളെ പിന്തുണച്ചുള്ള പരസ്യ പ്രതികരണങ്ങൾ ഏറെക്കുറെ അവസാനിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച തുടരുകയാണ്. ഇതിനിടെ നേതാക്കളുടെ ചില പ്രവർത്തികൾ മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള പ്രതിച്ഛായ മിനുക്കലാണെന്ന വ്യാഖ്യാനവുമുണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരെ കേന്ദ്രീകരിച്ചാണ് സമൂഹ മാധ്യമ ചർച്ചകൾ. നേതാക്കളുടെ നേരിട്ടുള്ള ഇടപെടൽ പ്രകടമല്ലെങ്കിലും അവരുടെ ചിത്രമടക്കം ഉപയോഗിച്ച് ഭാവി മുഖ്യമന്ത്രി എന്ന് വാഴ്ത്തിയുള്ള കുറിപ്പുകളും റീലുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നേതാക്കളുടെ മികവും നേതൃപാഠവും വ്യക്തമാക്കുന്ന റീലുകളുമായി അണികൾ തുടക്കമിട്ട പ്രചരണം ഡോക്യുമെന്ററിയിലും പോഡ്കാസ്റ്റിലും എത്തി നിൽക്കുന്നു. ചെന്നിത്തലയുടെ ജീവചരിത്രം വരച്ചുകാട്ടുന്ന ജനനായകന് AI വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് അന്തിമഘട്ടത്തിലാണ്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം വായനക്കാരിൽ എത്തിക്കുന്നെന്ന് പുസ്തകതലത്തിൽ കോൺഗ്രസിന്റെ അറിയിപ്പെത്തി. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. സതീഷിന്റെ തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ സമാഹാരവും വൈകാതെ പുറത്തിറങ്ങും. അതേസമയം പുസ്തകവുമായി സതീഷിന് ബന്ധമില്ലെന്നും തെരഞ്ഞെടുപ്പുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ടതും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് വേണുഗോപാലും ചെന്നിത്തലയും പ്രതികരിക്കുന്നുണ്ടെങ്കിലും സതീശൻ ഏറെക്കുറെ നിശബ്ദനാണ്. മുഖ്യമന്ത്രി ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ലെന്നും അതിനെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്നുമാണ് ഏറ്റവും ഒടുവിൽ വേണുഗോപാൽ പറഞ്ഞത്. കേരളത്തിന്റെ വികസനത്തിനുള്ള ചർച്ച തുടങ്ങാമെന്ന് ആഹ്വാനം ചെയ്ത് കേരള യാത്ര എന്ന പേരിൽ ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് ഇതിനിടെ പുറത്തു വന്നു. രാഷ്ട്രീയ പ്രസ്താവനകളും വിവാദങ്ങളും മുൻനിർത്തിയുള്ള യാത്രയല്ല, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുമല്ല. നമ്മുടെ നാടിന്റെ വികസനത്തെക്കുറിച്ച് എന്റെയും കോൺഗ്രസിന്റെയും സ്വപ്നങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ് എന്ന വാചകത്തോടെയുള്ള ആമുഖ വീഡിയോ ആണ് പുതുതായി സൃഷ്ടിച്ച സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ലോൺ ആപ്പുകൾക്കെതിരെ UDF സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വിശദീകരിച്ചുള്ള ആദ്യ എപ്പിസോഡ് ഇന്നലെ പുറത്തിറങ്ങി. അതേസമയം ചെന്നിത്തലയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ ഈ പോഡ്കാസ്റ്റിന്റെ വീഡിയോ ലിങ്കോ പങ്കുവച്ചിട്ടില്ല. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടനയ്ക്കും പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം പത്രദൃശ്യ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസ്താവന നടത്തരുതെന്നും ഇത്തരം പ്രതികരണങ്ങൾ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മുന്നറിയിപ്പ്. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസ് അണികളിലും UDFനെ പിന്തുണച്ച ജനവിഭാഗങ്ങളിലും കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ചർച്ചകളിൽ നിന്ന് പിന്തിരിയാൻ AICCയും കർശന നിർദ്ദേശം നൽകി. ഇത് മുഖവിലക്കെടുക്കാതെ അത്തരം നടപടികൾ ചിലർ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശം നൽകാൻ KPCC വീണ്ടും നിർബന്ധിതമായതെന്നും സണ്ണി ജോസഫ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാമൂഹിക മാധ്യമ പരാമർശങ്ങൾ പരിധി വിട്ടതോടെ അപകീർത്തികരമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി DGPക്ക് KPCC പരാതി നൽകുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. നേതാക്കളുടെ ചിത്രമടക്കം ഉപയോഗിച്ച് ഭാവി മുഖ്യമന്ത്രി എന്ന് പുകഴ്ത്തിയുള്ള കുറിപ്പുകളും റീലുകളും വ്യാപകമാണ്. ഇപ്പോൾ നടപടിയെടുക്കുമെന്ന് ഉണ്ടാക്കിയും ചർച്ചകൾക്ക് തുടക്കമിട്ടതിൽ സണ്ണി ജോസഫിന്റെ വ്യക്തതയില്ലാത്ത പ്രതികരണങ്ങളും കാരണമായെന്ന വിമർശനം കോൺഗ്രസിലുണ്ട്. KC വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നതിനെ കുറിച്ച് ചാനൽ അഭിമുഖത്തിലെ ചോദ്യത്തിന് സാധ്യത തള്ളാതെയായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം. UDF അധികാരത്തിലെത്തുമെന്ന കാര്യം ഉറപ്പാണെന്നും ബാബു MLA പറഞ്ഞു. ഒരു കോൺഗ്രസുകാരനായിരിക്കും മുഖ്യമന്ത്രിയെന്നും അത് ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ബാബു പറഞ്ഞു. ആരാകും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. മുഖ്യമന്ത്രി ആരാകുമെന്ന് മെയ് 4-ന് ശേഷം ചർച്ച ചെയ്യാം. 10 കൊല്ലമായി തല്ലുവാങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർക്ക് ഈ ചർച്ചയോട് താല്പര്യമില്ലെന്നും ബാബു വ്യക്തമാക്കി. മാറ്റം ആഗ്രഹിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്കും ഈ ചർച്ചയോട് താല്പര്യമില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കുന്നത് താല്പര്യമില്ല. കേന്ദ്ര നിരീക്ഷകരെത്തി MLA-മാരുടെ അഭിപ്രായം കേട്ട് ഡൽഹിയിൽ നിന്നുള്ള നേതൃത്വം തീരുമാനിക്കും. അതിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും ബാബു പറഞ്ഞു. എന്നാൽ ബാബുവിന് ഇച്ഛാഭംഗമാണെന്ന് പറയുന്നവർ ധാരാളം. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ഡൽഹിയിലുള്ള ചെന്നിത്തലയെ അവഗണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുകയില്ല. MP-മാർ മത്സരിക്കേണ്ട എന്ന് വാശി പിടിച്ച സതീഷിനെ പണി കൊടുക്കാൻ KC വേണുഗോപാൽ അണിയറയിൽ തയ്യാറെടുക്കുന്നു. തനിക്ക് മുഖ്യമന്ത്രിയാകാനാവില്ലെന്ന് മനസ്സിലാക്കിയത് KC വേണുഗോപാൽ പതിയെ
ചെന്നിത്തലയുടെ കൂടാരത്തിലേക്ക് നീങ്ങുകയാണ്. സതീഷിനേക്കാൾ ഭേദം ചെന്നിത്തലയാണെന്ന് കൃത്യമായ വിവരം രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു കഴിഞ്ഞു. KC നിയമസഭയിൽ മത്സരിക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ താൻ മത്സരിക്കാനില്ലെന്ന് സതീശൻ പ്രഖ്യാപിച്ചതിലുള്ള കലിപ്പ് ഇതുവരെയും തീർന്നിട്ടില്ല. അതിനാൽ മുഖ്യമന്ത്രി പദവുമായിട്ടായിരിക്കും ചെന്നിത്തല കോളത്തിൽ മടങ്ങിയെത്തുക.